ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നാരായണി വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീടിന്റെ പുറത്ത് തന്നെ മുത്തശ്ശിയും വൃന്ദയും ഉണ്ട്. തുടർന്ന് വൃന്ദ നാരായണിയോട് മോശമായിട്ട് തന്നെ സംസാരിക്കുകയാണ്. നീ ഇത് എവിടെ പോയി കിടക്കുകയാണെന്ന് ചോദിക്കുകയാണ്. നിന്റെ സങ്കടം മാറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് വൃന്ദ പിന്നെ മുത്തശ്ശിയോട് പറയുന്നത് ഇവൾക്ക് എന്റെ ചേട്ടൻ വൈശാഖേട്ടനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത എന്റെ സങ്കടമാണെന്ന് പറയുകയാണ്. ഇവൾക്ക് മറ്റാരെയും കിട്ടിയില്ല കല്യാണം കഴിക്കാനെന്നൊക്കെ പറഞ്ഞ് നാരായണിയെ മാക്സിമം ടോർച്ചർ ചെയ്യുകയാണ് വൃന്ദയും മുത്തശ്ശിയും. തുടർന്ന് വൃന്ദ പിന്നെ നാരായണിയോട് പറയുന്നത് നീ ഇപ്പോൾ അടുത്ത ആളെ നോക്കി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. കളിയാക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. തുടർന്ന് മുത്തശ്ശി പിന്നെ വൃന്ദയോട് പറയുന്നത് ആ മൃഗ ഡോക്ടറെ ഇവൾക്ക് ചുറ്റും വട്ടമിട്ട് കറങ്ങുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് നാരായണി പിന്നെ വൃന്ദയോട് പറയുന്നത് ഞാൻ അതിന് അയാളുടെ പിന്നാലെ നടക്കുന്നില്ലല്ലോ, അയാളല്ലേ എന്റെ പിന്നാലെ നടക്കുന്നത് എന്ന് പറയുകയാണ്. എന്നുള്ളത് കേട്ട് വൃന്ദ പിന്നെ നാരായണിയെ വീണ്ടും കളിയാക്കിക്കൊണ്ട് എന്തുകൊണ്ടാടി അവരെല്ലാവരും നിന്റെ പിന്നാലെ നടക്കുന്നത്, നീ വഴിയെ പോകുന്നവരെ എല്ലാം കണ്ണും കൈയും ഇറുക്കി കാണിക്കുന്നുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന് നാരായണിക്ക് സങ്കടമാവുകയാണ്. തുടർന്ന് നാരായണി അവിടുന്ന് പോവുകയാണ്. തുടർന്ന് നാരായണി പോയ ശേഷം മുത്തശ്ശി പിന്നെ വൃന്ദയോട് ചോദിക്കുന്നത് എന്തുകൊണ്ട് ആ മൃഗ ഡോക്ടറെ നിനക്ക് കല്യാണം ആലോചിച്ചുകൂടാ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വൃന്ദ കുറച്ചു നേരം ആലോചിച്ച ശേഷം മുത്തശ്ശിയോട് അല്ലെങ്കിൽ വേണ്ട, എനിക്കത് വേണ്ട എന്ന് പറയുകയാണ്. ഒന്നുമില്ലെങ്കിലും നാരായണിയുടെ പിന്നാലെ നടന്ന ഒരു ഡോക്ടറെ എനിക്ക് വേണ്ട എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മുത്തശ്ശി പിന്നെ വൃന്ദയോട് പറയുന്നത് അതിന് നാരായണി പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ, ഡോക്ടർ നാരായണിയുടെ പുറകെ നടന്നുവെന്ന് അതിൽ സത്യമൊന്നും ഉണ്ടാകില്ല, നാരായണി വെറുതെ അടിച്ചിറക്കിയതാകുമെന്ന് പറയുകയാണ്. നാരായണി വെറുതെ പറഞ്ഞതാകുമെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ തന്നെ നാരായണിക്ക് എന്തിരിക്കണോ നാരായണിയുടെ പുറകെ ഒരു ഡോക്ടർ കറങ്ങി നടക്കാൻ, എനിക്കതൊരു നല്ല ആലോചനയാണെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. എന്തുകൊണ്ടും നല്ലൊരു ഡോക്ടർ തന്നെയാണ്, നമുക്കതൊന്ന് ആലോചിച്ചാലോ എന്ന് വൃന്ദയോട് ചോദിക്കുകയാണ്. എന്നാൽ മുത്തശ്ശി ഇങ്ങനെ തർപ്പിച്ച് പറയുമ്പോൾ വൃന്ദയ്ക്ക് ചെറിയൊരു നാണം വരികയാണ്. അതിനുശേഷം കാണിക്കുന്ന നാരായണി അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ആ മൃഗ ഡോക്ടർ അനൂപ് അമ്പലത്തിൽ വെച്ച് നാരായണിയെ കാണുകയാണ്. തുടർന്ന് നാരായണിയുടെ അടുത്ത് പോയിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീട്ടിലൊരു കല്യാണ ആലോചന ഉണ്ടായിരുന്നു എന്ന് കേട്ടല്ലോ, അതെന്തായി എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന് നാരായണി പിന്നെ ആ ഡോക്ടറോട് അതിപ്പോൾ അറിഞ്ഞിട്ട് എന്ത് വേണമെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. തുടർന്ന് ഡോക്ടർ പിന്നെ നാരായണിയോട് നാരായണി എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്, അതിന് മാത്രം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലൊരു തെറ്റുകാരനല്ലല്ലോ എന്ന് പറയുകയാണ്. തുടർന്ന് നാരായണി വീണ്ടും അനൂപിനോട് ദേഷ്യപ്പെടുകയാണ്. ഇനി എന്റെ ജീവിതത്തിൽ മറ്റൊരു വിവാഹമില്ല എന്ന് പറയുകയാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. തുടർന്ന് അനൂപ് പിന്നെ നാരായണിയോട് പറയുന്നത് മൃഗങ്ങളോട് പോലും ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത്, ആ എന്നോടാണ് നാരായണി വെറുതെ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്നത്. എന്നാൽ അത് കേട്ട് നാരായണിക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. തുടർന്ന് നാരായണി പിന്നെ അനൂപിനോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ താൻ പോയിട്ട് മൃഗങ്ങളെ സ്നേഹിച്ചോളൂ, എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് നാരായണി അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം നാരായണി അമ്പലത്തിനകത്ത് പോയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം നാരായണി വീട്ടിലേക്ക് പോകാൻ നേരം അമ്പലത്തിന് പുറത്തിരിക്കുന്ന ഒരു കൈരേഖ നോക്കുന്ന ഒരു ചേച്ചി നാരായണിയെ വിളിക്കുകയാണ്. തുടർന്ന് നാരായണി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം നാരായണിയുടെ കൈ നോക്കിയിട്ട് ആ ചേച്ചി പിന്നെ നാരായണിയോട് പറയുന്നത് നാരായണിയുടെ കല്യാണം അടുത്തല്ലോ എന്ന് പറയുകയാണ്. ആരാണ് വരൻ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് നാരായണി എന്റെ കല്യാണം ഒന്നും ഈ അടുത്തൊന്നും ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. സങ്കടത്തോടു കൂടിയാണ് നാരായണി ഇത് പറയുന്നത്. എന്നാൽ അത് കേട്ട് ആ ചേച്ചി പിന്നെ നാരായണിയോട് പറയുന്നത് ഇല്ല, ഞാൻ പറഞ്ഞൊന്നും സാധാരണ തെറ്റാറില്ല എന്ന് പറയുകയാണ്. നാരായണിയുടെ കല്യാണം അടുത്ത് തന്നെയുണ്ടെന്ന് പറയുകയാണ്. ഞാൻ നാരായണിയോട് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സംഭവിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഒരു കാര്യം മാത്രം തെറ്റിപ്പോയി, ഞാൻ നാരായണി നല്ലൊരു എഴുത്തുകാരിയാകുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് മാത്രം സംഭവിച്ചില്ല. പക്ഷെ നാരായണി ഒന്ന് എഴുതി നോക്കണമെന്ന് പറയുകയാണ്. എഴുതി നോക്കി കഴിഞ്ഞാൽ നാരായണിക്ക് പിന്നെ വെച്ചടി കയറ്റമാകുമെന്ന് പറയുകയാണ്. തുടർന്ന് ആ ചേച്ചി പിന്നെ നാരായണിയോട് പറയുന്നത് നാരായണിയുടെ ഇപ്പോഴത്തെ സങ്കടത്തിന് കാരണം നാരായണി തന്നെയാണെന്ന് പറയുകയാണ്. ഈ സന്നിധിയിൽ വെച്ച് ഈശ്വരൻ നാരായണിയുടെ ആ ചെക്കനെ നാരായണിക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്, പക്ഷെ ആ ചെക്കൻ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നാരായണി അയാളെ സങ്കടപ്പെടുത്തിയത് കൊണ്ടാണ് നാരായണി ഇപ്പോൾ സങ്കടപ്പെടുന്നതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് നാരായണി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് നാരായണിയോട് ആ ചേച്ചി പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നാരായണിയുടെയും അയാളുടെയും വിവാഹം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലാണ് ഒന്നിക്കേണ്ടത്, അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് നാരായണി അവിടുന്ന് പോവുകയാണ്. എന്നാൽ നാരായണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നാരായണിയുടെ മനസ്സിലെല്ലാം ഈ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നാരായണി ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത്. ശേഷം കാണിക്കുന്നത് പപ്പനും കുഞ്ഞാലിക്കും കൂടി സംസാരിക്കുന്നതാണ്. നാരായണിയുടെ കല്യാണം മുടങ്ങിയതിന്റെ ദുഃഖത്തിലാണ് പപ്പൻ. അതിനെപ്പറ്റി തന്നെയാണ് രണ്ടുപേര് സംസാരിക്കുന്നത്. എന്റെ മകൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയാണ് പപ്പൻ. അതിനുശേഷം കാണിക്കുന്നത് പപ്പന്റെ കൂട്ടുകാരൻ ജോയിയുടെ വീടാണ്. ജോയും ഭാര്യയും മകളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ടി വി കണ്ടുകൊണ്ട്. എന്നാൽ ഈ സമയത്ത് നാരി എഴുതുന്ന പുതിയ നോവലിന്റെ പരസ്യം വരികയാണ്. തുടർന്ന് ജോയിയുടെ ഭാര്യ പറയുന്നത് നാരി നോവൽ എഴുതി തുടങ്ങിയോ,
എന്തായാലും അത് ആദ്യലക്കം തന്നെ വായിച്ചു നോക്കണമെന്ന് പറയുകയാണ്. നാരി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജോയ് പിന്നെ ഭാര്യയോട് നീ ഈ കാര്യം ഒന്ന് പപ്പന്റെ മുമ്പിൽ വെച്ച് പറയരുതെന്ന് പറയുകയാണ്. പപ്പനെങ്ങാനും ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പപ്പന് ദേഷ്യം വരാൻ പിന്നെ മറ്റൊന്നും വേണ്ട എന്ന് പറയുകയാണ്. നാരിയെ എങ്ങാനും കൺമുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ തല്ലാൻ നിൽക്കുകയാണ് പപ്പൻ എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഇത് കേട്ട് പപ്പനെങ്ങാനും നാരി തന്റെ മകളാണെന്നുള്ള കാര്യം അറിയുമ്പോഴുള്ള അവസ്ഥ ആലോചിക്കുകയാണ്. ശേഷം കാണിക്കുന്ന ഗോവിന്ദനെയാണ്. ഗോവിന്ദൻ രാത്രി കള്ളു കുടിച്ച് ജീപ്പ് ഓടിച്ചു വരികയാണ്. എന്നാൽ ഈ സമയത്ത് വഴിയരികിൽ പോലീസ് ചെക്കിംഗ് കൊണ്ട് തുറന്ന പോലീസ് ഗോവിന്ദനോട് ഇറങ്ങിപ്പോയിട്ട് SIയെ പോയി കാണാൻ പറയുകയാണ്. തുറന്ന SIക്ക് ഗോവിന്ദന് നല്ല പരിചയമുള്ളതാണ്. തുറന്ന SIയോട് ഞാൻ കുടിച്ചിട്ടുണ്ട്, വലിച്ചിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുള്ള സകല കാര്യങ്ങൾ അങ്ങോട്ട് കയറി പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നോക്കിക്കോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് SI പിന്നെ ഗോവിന്ദനോട് അതൊന്നും കുഴപ്പമില്ല സാറേ, സാറ് പോയിക്കോളാൻ പറയുകയാണ്. അങ്ങനെ ഗോവിന്ദൻ അവിടുന്ന് ജീപ്പ് എടുത്ത് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും പപ്പനെയാണ്. പപ്പന് രാത്രി എത്ര കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. എന്നാൽ ഈ സമയത്ത് പപ്പന്റെ ഭാര്യ നളിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ പപ്പൻ ഉറങ്ങിയിട്ടില്ല. തുറന്ന പപ്പനോട് നിങ്ങൾ ഇതുവരെയായിട്ടും ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് പപ്പൻ പിന്നെ ഭാര്യയോട് എനിക്ക് അങ്ങനെ ഉറങ്ങാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് നളിഞ്ഞിക്ക് നല്ല ദേഷ്യം വരികയാണ്. തുറന്ന് നാരിയുടെ കാര്യം പറഞ്ഞ് രണ്ടുപേരും വീണ്ടും വഴക്കടിക്കുകയാണ്. എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഉറങ്ങാൻ സാധിക്കില്ല. എന്റെ മോളുടെ കല്യാണം, അത് മാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അവളെ ആരുടെയെങ്കിലും കയ്യിൽ എനിക്ക് സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം, അതല്ലാതെ എനിക്കൊരു സമാധാനവും ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. തുറന്ന് പപ്പനും നളിഞ്ഞും ആ കിടക്കയിൽ കിടന്ന് അടികൂടുകയാണ്. തുറന്ന് പപ്പൻ അവിടെ എഴുന്നേറ്റ് പോവുകയാണ്. പപ്പൻ നേരെ നാരായണിയുടെ മുറിയിലേക്കാണ് ചെല്ലുന്നത്. എന്നാൽ വാതിൽ തുറന്ന് നോക്കിയ പപ്പനൊന്ന് ഞെട്ടുകയാണ്. മുറിക്കകത്ത് നാരായണിയില്ല. നാരായണി എങ്ങോട്ടോ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടന്നു പോയിരിക്കുകയാണ്. തുറന്ന് പപ്പൻ വേഗം തന്നെ ടോർച്ചെല്ലാം എടുത്ത് നേരെ ജോയിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തുറന്ന് ജോയിയോട് നാരായണി വീട്ടിലില്ല എന്ന് പറയുകയാണ്. നാരായണിക്ക് എന്തെങ്കിലും മനപ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നാരായണി രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ശീലമുണ്ടെന്ന് പറയുകയാണ്. തുറന്ന് പപ്പൻ ജോയിയോട് വേഗം തന്നെ തന്റെ കൂടെ വന്ന് നാരായണി അന്വേഷിക്കാൻ പറയുകയാണ്. തുറന്ന് ജോയി വേഗം തന്നെ പപ്പന്റെ കൂടെ നാരായണിയെ അന്വേഷിക്കുന്നതിന് വേണ്ടി ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് മുത്തശ്ശിയും നളിനിയും നാരായണിയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അവൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതാകുമെന്നൊക്കെ പറയുകയാണ്. തുറന്ന് നളിനി പിന്നെ അമ്മയോട് പറയുന്നത് ഇന്നൊരു കറുത്തവാവാണെന്ന് പറയുകയാണ്. ഇതുപോലൊരു കറുത്തവാവിന്റെ അന്നായിരുന്നു നാരായണിയുടെ അമ്മ ഒളിച്ചോടി പോയതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി നാരായണി എഴുന്നേറ്റ് നടന്ന മറ്റെന്തോ ഉദ്ദേശത്തിന് വേണ്ടിയാണെന്ന രീതിയിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പപ്പനും ജോയും കൂടി നാരായണിയെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണെന്നാൽ ഈ സമയത്ത് പപ്പൻ പിന്നെ ജോയിയോടെ വണ്ടി നിർത്താൻ പറയുകയാണ്. ഇവിടെ ഒരു കാവുണ്ട്, ചിലപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകുമെന്ന് പറയുകയാണ്. തുടർന്ന് ജോയ് വണ്ടി നിർത്തുകയാണ്. തുടർന്ന് പപ്പനും ജോയും കൂടി ആ കാവിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് ആ കാവിൽ നിലത്ത് വീണ് കിടക്കുന്ന നാരായണിയെ കണ്ട് രണ്ടുപേരും ഞെട്ടുകയാണ്. തുടർന്ന് രണ്ടുപേര് വേഗം പോയിട്ട് നാരായണിയെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ കണ്ണു തുറന്ന നാരായണി പിന്നെ അബോധാവസ്ഥയിൽ എന്തൊക്കെയോ പറയുകയാണ്. ആ ജീപ്പ് എവിടെ? ഞാൻ ആ ജീപ്പിന്റെ പുറകെ കുറെ ഓടിയതാണ്, പക്ഷെ ആ ജീപ്പ് നിർത്തിയില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയതെന്നൊക്കെ പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജോയ്ക്കും പപ്പനും ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. തുടർന്ന് ജോയും പപ്പന് മോളെ ഏത് ജീപ്പിന്റെ കാര്യമാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് നാരായണി പറയുന്നത് എന്റെ അച്ഛനെയും അമ്മയും ഇടിച്ചു കൊന്ന ആ ജീപ്പിന്റെ കാര്യമാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് രണ്ടുപേരും വീണ്ടും ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് നാരായണി പിന്നെ പപ്പനോട് മാമ നമുക്ക് ആ ജീപ്പിനെ കുറിച്ച് അന്വേഷിക്കാം, എന്റെ അച്ഛനെയും അമ്മയും കൊന്നവരെ നമുക്ക് കണ്ടെത്താമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജോയ് പിന്നെ പപ്പനോട് നാരായണിയുടെ അച്ഛനെയും അമ്മയും ഇടിച്ചു കൊന്ന ആ ജീപ്പ് ഏതാണെന്ന് ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടില്ല, ഇനി നാരായണി കണ്ട ഈ സ്വപ്നത്തിലുള്ളത് ആ ജീപ്പ് തന്നെ ആയിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് പപ്പൻ ജോയിയോട് നീ ഒന്ന് മിണ്ടാണ്ടിരുന്നേ, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നാരായണിയും കൂട്ടിക്കൊണ്ട് അവർ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് വീടിന്റെ പുറത്ത് തന്നെ വൈശാഖനും നളിനി അമ്മയും എല്ലാം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് നാരായണിയെ കണ്ട നളിനി ദേഷ്യപ്പെടുകയാണ്. നീ ഇത് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. തുടർന്ന് പപ്പൻ പിന്നെ അവരോട് നിങ്ങളിപ്പോൾ ഒന്നും തന്നെ മിണ്ടാൻ പാടില്ല എന്ന് പറയുകയാണ്. എന്റെ മോൾക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് ഓർമ്മ വന്നിട്ടില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് നളിനി പിന്നെ നാരായണിയെ കളിയാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവളി എഴുന്നേറ്റ് നടത്തും ഇവിടെ ശരിയാകില്ല എന്ന് പറയുകയാണ്. ഇവളിങ്ങനെ പോവുകയാണെങ്കിൽ ഈ വീടിന്റെ ചീത്തപ്പേര് കേൾപ്പിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് പപ്പന് നല്ല ദേഷ്യം വരികയാണ്. നാരായണി അത്തരക്കാരി അല്ല എന്ന് പറയുകയാണ് പപ്പൻ. എന്നാൽ അത് കേട്ട് അമ്മ പിന്നെ പപ്പനോട് ഇവളുടെ അമ്മ ഏത് തരക്കാരി ആയിരുന്നു എന്ന് പപ്പനോട് തിരിച്ചു ചോദിക്കുകയാണ്. അതുകൊണ്ട് നീ വലിയ വർത്താനൊന്നും പറയണ്ടെന്ന് പറയുകയാണ്. തുടർന്ന് പപ്പൻ നാരായണി കുട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് നളിനി പിന്നെ സ്വയം പറയുന്നത് ഇങ്ങേരെ എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനായി പോയി, അതല്ലായിരുന്നെങ്കിൽ ഇയാളെയും അതുപോലെ തന്നെ നാരിയും ഈ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ചിറക്കി വിട്ടേനെ എന്നിങ്ങനെ സ്വയം പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അനൂപിനെയാണ്, മൃഗഡോക്ടർ അനൂപിനെയാണ്. പിറ്റേ ദിവസം അമ്പലത്തിൽ തൊഴാൻ പോയപ്പോൾ ആ കൈനോട്ടക്കാരി അനൂപിനെ വിളിക്കുകയാണ്. അതിനുശേഷം അനൂപിന്റെ മുഖത്തെ തിളക്കമെല്ലാം കണ്ട് ആ കൈനോട്ടക്കാരി പിന്നെ പറയുന്നത് നിന്റെ കല്യാണം ആകാറായില്ലേ എന്ന് പറയുകയാണ്. മോൻ ഒരു പെണ്ണിനെ ആഗ്രഹിക്കുന്നില്ലേ, മോൻ ഒരു പെണ്ണിനോട് ഇഷ്ടമില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് അനൂപ് പിന്നെ കൈനോട്ടക്കാരിയോട് പറയുന്നത് എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം ഈ അമ്പലത്തിൽ വരുന്ന സകലർക്കും അറിയാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആ കൈനോട്ടക്കാരി പറയുന്നത് എന്തായാലും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴാണ് അത് അറിയുന്നത് എന്ന് പറയുകയാണ്.
എന്തായാലും മോൻ ആഗ്രഹിക്കുന്ന ആ പെണ്ണിനും തിരിച്ച് നിന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ അനൂപിന് സന്തോഷമാവുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.